ദേ നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചിട്ട്? ആ ഇത് താൻ ഡിജിറ്റൽ ഇന്ത്യ എന്താണെന്നല്ലേ ചോദിക്കുന്നത്? സ്വന്തം അച്ഛൻ, അത് കുളത്തൂപ്പുഴയിലെ, കേരളത്തിലെ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം അച്ഛൻ വെറും 15 വയസ്സ് മാത്രമുള്ള സ്വന്തം കുഞ്ഞിനെ പേടിപ്പിച്ചു എന്നല്ല, പീഡിപ്പിച്ചു. എന്ത് സുന്ദര കേരളം, എന്താ അടിപൊളി! ഒന്ന് ഓർത്തു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ എന്താ, ഇന്ത്യക്കകത്തുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുള്ളൂ? മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ എങ്ങും ഉണ്ടാവുന്നില്ലല്ലോ. ഇതുപോലെയുള്ള പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇന്ത്യക്കുള്ളിൽ മാത്രം അച്ഛന് മക്കളെ കണ്ടാൽ തിരിച്ചറിയില്ല, മക്കൾക്ക് അതുപോലെ അച്ഛനെ കണ്ടാൽ തിരിച്ചറിയില്ല. അതുപോലെ തന്നെ എന്താ, പിന്നെ അപ്പൂപ്പന് ചെറുമക്കളെ കണ്ടാൽ തിരിച്ചറിയില്ല, സഹോദരന് പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല, ചേട്ടന് ചേട്ടത്തിയെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എവിടെയാ? നമ്മുടെ ഈ ഇന്ത്യക്കകത്താണ്. എന്താ കാരണം? നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം. ആർക്കും ഒരു പേടിയില്ല. അല്ലെങ്കിൽ ഈ സൗദിയിലും അവിടെ എവിടെയൊന്നും മറ്റ് രാജ്യങ്ങളിൽ, ദുബായിലോ അബുദാബിയിലോ ഇവിടെ എങ്ങും ഇതുപോലെ ആർക്കും ആരെയും പീഡിപ്പിക്കാൻ തോന്നുന്നില്ലല്ലോ ഡേ. നമ്മുടെ ഇന്ത്യക്കകത്തല്ലേ ദേ, അതും സ്വന്തം പിതാവ് 15 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു കുട്ടിയെ പീഡിപ്പിച്ചു. അതും ഒരു തവണയൊന്നും അല്ല, പല തവണ. ആ പാവം മോള് ഒന്നും മിണ്ടാണ്ട് സഹിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കാലന് അതിനെ കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തി. ചെറിയ കുട്ടിയല്ലേ, 15 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. ഭീഷണിപ്പെടുത്തിയപ്പോൾ കുട്ടി പേടിച്ചു പോയി. അതുകൊണ്ട് സ്വന്തം അമ്മയോട് പോലും ഇത് പറഞ്ഞില്ല. സ്കൂളിൽ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് കൗൺസിലറോട് മാത്രമാണ് മോളിത് പറഞ്ഞത്. എന്തല്ലേ, ഇതാണോ ഡിജിറ്റൽ ഇന്ത്യ? ഈ ഡിജിറ്റൽ ഇന്ത്യ ആണോ നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നത്, നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആവണമെന്ന് പറയുന്നത്? ഞാനിതൊരു പാർട്ടിയെ വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാനല്ലാതെ പറഞ്ഞതാണ്. പറയാമെന്ന് തോന്നി. കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഈ ഒരു നമ്മൾ എല്ലാ ദിവസവും ഓൺലൈൻ മാധ്യമങ്ങളിപ്പോൾ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. എന്ന് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാലും പീഡനങ്ങളില്ലാത്ത ഒരു ദിവസമെങ്കിലും നമ്മൾ കാണാറുണ്ടോ? കൊലപാതകങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസമെങ്കിലും കാണാറുണ്ടോ? പിടിച്ചു പറിയും കൊള്ളയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം കാണാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് അതേക്കുറിച്ചിട്ടൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവും.